ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഓരോ സഹോദരിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. വർഷങ്ങൾ കന്യാസ്ത്രീയായിട്ട് കന്യാസ്ത്രീ മഠത്തിൽ ഒക്കെ ആയിരുന്നതായ ഓരോ ദൈവദാസിയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. അതിനായി ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ജസിസ്റ്റർ എന്തോ ഉണ്ട്, സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഓക്കെ, കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് സഹായിക്കണമേ. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, വായോടും നാവോടും കൂടെ ഇരിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ. അപ്പാ, ഹല്ലേലൂയ. തന്നെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ സംസാരിപ്പാനുള്ള ദൈവകൃപ എൻ്റെ ദാസിയുടെ മേൽ ദൈവം പകർന്നു കൊടുത്താട്ട്. അല്പസമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ ഇരുത്തിയാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദേവദാസി കർത്താവ് സഹായിക്കട്ടെ. എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും ഒന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഓക്കെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ച് അറിയുവീൻ എന്ന ദൈവത്തിന്റെ വചന പ്രകാരം ആ നല്ലവനായ ദൈവത്തെ ഈ പകൽക്കാലം ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ പ്രിയ ആൻറ്റിയോടൊപ്പം ഈ സമയം ദൈവം എൻ്റെ ജീവിതത്തിലും തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജസമ്മ. ഇപ്പോൾ ജസമ്മ പീറ്റർ ഡിസോസ എന്നാണ്. ഞങ്ങൾ ഗോവയിൽ മഹാരാഷ്ട്ര ബോർഡർ സാവന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഡാഡി, മമ്മി, ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. എൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും. അതിൽ 5 ഞങ്ങൾ ആക്ച്വലി 6 പെൺമക്കളാണ്. അതിൽ രണ്ടാമത്തെ ആള് ചെറുപ്പത്തിലാണ് മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 5 പെൺപിള്ളേരാണുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ 5 പേരും ദൈവത്തിൻ്റെ വയലിൽ ആയിരിക്കുന്നു. ഇപ്പോൾ പ്രിയ മാതാവ് ഒരു 6 വർഷത്തിന് മുൻപ് ഞങ്ങളിൽ നിന്നും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രിയ പിതാവും ഇപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു ചർച്ചിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രിയ പിതാവും ദൈവത്തിൻ്റെ വേലയിൽ അങ്ങനെ ഞങ്ങളായിരിക്കുന്നു ഒന്നിച്ച്. ഓക്കെ ജസ്മ, കർത്താവ് സഹായിക്കട്ടെ. മലയാളം സംസാരിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ട്. കർത്താവിൻ്റെ ദാസി കൊങ്കണികളുടെ ഇടയിലും മഹാരാഷ്ട്രൻസിൻ്റെ ഇടയിലുമാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അതുകൊണ്ട് സംസാരത്തിൽ മലയാളത്തിൽ എന്തെങ്കിലും ദൈവമക്കൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള സമയം ഞാൻ ദൈവദാസിക്ക് നൽകി തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ വൺസ് അഗെയിൻ ഞാനും ചോദിക്കുകയാണ് എല്ലാവരോടും ആ ഒരു ഇത്. കാരണം മലയാളം 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ കേരളം വിട്ടിട്ട് ആ മലയാളത്തിനോടുള്ള കോണ്ടാക്ട് അന്ന് മുതൽ 10ാം ക്ലാസ്സിന് ശേഷം വിട്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ നീണ്ട ഇത്രയും വർഷക്കാലം ഇപ്പോൾ വിവാഹം കഴിച്ച് ഒരു നോൺ മലയാളി ആയതുകൊണ്ട് മലയാളത്തിൻ്റെ ഒരു ഇതുമില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ വീട്ടുകാരോടുള്ള കോൺവെർസേഷൻ ഫോണിലുള്ള അത്രയും നമ്മുടെ മലയാളം സംഭാഷണമുള്ളൂ. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നിൽ വരുന്ന വാക്കുകളുടെ കുറവുകൾ ദയവായി എന്നോടും ക്ഷമിക്കണം, സഹകരിക്കണം എന്ന് അപ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ കൈനകരി എന്ന കുട്ടനാട് സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 5 പെൺമക്കൾ. അതിൽ 3ാമത്തെ നമ്പറിൽ ഞാൻ ആയിരിക്കുന്നത്.
ഞങ്ങൾ ചെറുപ്പം മുതലേ ജനിച്ചു വളർന്നു വന്നത് നമുക്ക് സത്യം എന്നറിയില്ല എങ്കിലും ദൈവഭയത്തിലും ആ ദൈവത്തിൻ്റെ ഭക്തിയിലും ഞങ്ങളുടെ പേരൻസ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നു. ആ ഒരു ഭക്തി ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകുന്നതും ആ ഒരു ഭക്തിയിൽ അന്ന് വളർന്നു വന്നു. പിന്നെ ഞങ്ങൾ പഠിച്ചതും ഒക്കെ ഒരു കോൺവെന്റ് സ്കൂളിലായതുകൊണ്ടും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടും ഞാൻ അന്നത്തെ ആ രീതിയിൽ ദൈവത്തെ, യേശു ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെയുള്ള ആ രീതികൾ നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പെൺമക്കൾ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ചില കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, അപ്പൊ ഇതൊക്കെയും ചെറുപ്പം മുതലേ എന്നെ അങ്ങനെ ഞാനും വലുതായി കഴിയുമ്പോൾ ഒരു സിസ്റ്റർ ആകണം, പാവങ്ങളുടെ ഇടയിൽ ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി യേശു ജീവിച്ചതുപോലെ ജീവിച്ചു തീരണം, ആ ഒരു പ്രേരണ എനിക്ക് ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പഠനത്തിന് ശേഷം വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ഒരു മിഷൻ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് കടന്നു വരുവാനിടയായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് ഒരു കോൺവെൻറ്റിൽ പോയി. അവിടെ 2 വർഷത്തെ എൻ്റെ +2 ശേഷം നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് 1 ഇയർ അവർ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സംസാരിക്കുവാനായിട്ടുള്ള ട്രെയിനിങ് തരുമായിരുന്നു. അങ്ങനെ 3 ഇയേഴ്സ് ഞാൻ അവിടെ കൊല്ലത്ത് എൻ്റെ ചിലവാക്കിയതിന് ശേഷം വി വെൻ ടു ബാംഗ്ലൂർ. അവിടെ ബാംഗ്ലൂരിലും പിന്നെ അവിടുന്ന് കൽക്കട്ട, ബീഹാർ, തമിഴ്നാട്, നോർത്ത് ഈസ്റ്റ്, മേഘാലയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ട് 7 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിൽ വന്നു അവിടെ സിസ്റ്റർ ആകുവാൻ. അങ്ങനെ 7 വർഷത്തിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം സിസ്റ്റർ ആയി. അപ്പം ഈ സമയങ്ങളിൽ ആക്ച്വലി ഞാൻ സിസ്റ്റർ ആയി വീണ്ടും 3 വർഷക്കാലം ബിജാപ്പൂർ, അതായത് നോർത്ത് കർണാടകയാണ് ബിജാപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. 3 വർഷക്കാലം അവിടെ സിസ്റ്ററായിട്ട്, സോഷ്യൽ വർക്കറായിട്ട് സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ സിസ്റ്റർ ആകുന്നതിൻ്റെ ഒരു 2 വർഷക്കാലം മുൻപ്, അത് നമ്മൾ ആക്ച്വലി നോവിഷ്യേറ്റ് പീരീഡ് എന്ന് പറയും, ആ സമയത്ത് എൻ്റെ മൂത്ത സിസ്റ്ററും അങ്ങനെ ഓരോരുത്തരായി, എൻ്റെ അച്ചാച്ചൻ, മറ്റ് സഹോദരങ്ങൾ ഓരോരുത്തരായി ഈ സത്യം അവർ അറിയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഓരോരുത്തരായി ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അത് എന്നെ ഒത്തിരി ബാധിച്ചു. കാരണം ഞാനൊരു സിസ്റ്റർ ആയിരിക്കെ ഇവരും എൻ്റെ വീട്ടുകാരും ഈ കലക്ക വെള്ളത്തിൽ മുങ്ങാൻ പോയല്ലോ എന്നുള്ള ഒരു പ്രയാസം. കാരണം അത് നമ്മുടെ അഭിമാനത്തെ വളരെയേറെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അത് വീട്ടുകാരായിട്ടുള്ള ബന്ധത്തെ വീണ്ടും എന്നെ ഒത്തിരി മുറിവേൽപ്പിച്ചു. വീണ്ടും നമ്മൾ സിസ്റ്റർ ആകുന്ന സമയത്തും ഒരു വിവാഹം പോലെ തന്നെയാണ് ഇത്. കാരണം നമ്മളുടെ പേരൻസ് വന്ന് ഞങ്ങളെ ഗവൺമെന്റിന്റെ അധികാരികളുടെ കയ്യിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഗവൺമെന്റ് അധികാരികളെ അവരുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിക്കണം. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെ, സത്യം നമുക്കറിയുമെങ്കിൽ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും എന്ന വചനം. എൻ്റെ വീട്ടുകാരുടെ അവരാ സത്യം അറിഞ്ഞതുകൊണ്ട് വീണ്ടും ആ പഴയ ബന്ധനത്തിലേക്ക് വരുവാൻ അവർ തീരുമാനം. അങ്ങനെ അത് കാരണം കൊണ്ട് അതും എനിക്കൊരു പ്രയാസമുണ്ടാക്കി. എൻ്റെ ആൻറ്റിയും അങ്കിളും അവരൊക്കെയാണ് വന്ന് എന്നെ അധികാരികളുടെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാരോട് കൂടുതൽ ദേഷ്യം വരുവാൻ ഇടയാക്കി തീർന്നു. അതിനുശേഷം അങ്ങനെ ആ സിസ്റ്റർ ആയതിനു ശേഷം ഞാൻ 3 വർഷക്കാലത്തിനിടയിൽ നമ്മൾ ഹോളിഡേക്കായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ പേരൻസും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ വചനം എന്നോട് അങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ അന്നേരപ്പോഴൊക്കെ ഞാൻ ഒത്തിരി എതിർക്കുമായിരുന്നു. കാരണം ഞാനൊരു സിസ്റ്ററായിരിക്കെ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കെങ്ങനെ അറിയാം എന്നുള്ള നമ്മുടെ അഹങ്കാര മനോഭാവം അങ്ങനെ എന്നെ അവരുടെ മുന്നിൽ എന്നെ ഹമ്പിൾ ചെയ്യുവാനായിട്ട് ഒരിക്കലും അനുവദിച്ചില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ അഹങ്കാര ഇതിൽ ഞാൻ അവരോട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം 20 തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് മജ്ജകളെ മാംസങ്ങളിൽ തുളച്ചു കയറുന്നതാണെന്നുള്ളത്, നമ്മുടെ ചിന്തകളെ വിവേചിച്ചറിയുന്നതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നോട് വചനം പറയുമെങ്കിലും, ഞാൻ അവരോട് എതിർത്ത് പറയുമെങ്കിലും ആ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ എവിടെയോ
സംഭരിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഈവൻ ഞാൻ വീട്ടിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റേ മുറിയിലിരുന്ന് ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു. ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു അങ്ങനെ ഷോ ദം എന്ന ഇതില്. പക്ഷേങ്കിൽ ഞാൻ തിരിച്ചു കോൺവെന്റിൽ ചെന്ന് കഴിയുമ്പം ഈ എന്നെ സ്ട്രൈക്ക് ചെയ്ത വചനം എന്ന് പറയുന്നത് മാത്യു 6:33. ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ആൻഡ് ദ റെസ്റ്റ് വിൽ ബി ആഡഡ് അൺടു യു. സോ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. ഓക്കെ, സോ ആ വചനം എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്? ദൈവത്തിന്റെ രാജ്യവും നീതിയും എന്ന് പറയുന്നത് എന്താണ് എന്ന് എന്നെ വളരെയേറെ അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ പറയാം, ഞങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ നീതിക്ക് വേണ്ടിയിട്ടും ജീവിക്കുന്നുവെന്ന് പറയുകയും പലപ്പോഴും ആ ഒരു നീതി അവിടെ കാണാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ അതെന്നെ വളരെയേറെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി നമ്മൾ ദൈവത്തിന്റെ ദാസികൾ എന്ന് പറയുകയും യേശു ജീവിച്ചതുപോലെ ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ എരിഞ്ഞു തീരണം എന്നൊക്കെയുള്ള പ്രതിജ്ഞ എടുത്തിട്ട് പക്ഷേങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾക്ക് വേണ്ടുന്നത് പോലെ ചെയ്യുന്നു. സോ ആ ഒരു ട്രൂത്ത് ഓർ ആ ഒരു സത്യം, ആ ഒരു നീതി എനിക്ക് വേണ്ടുന്നത് പോലെ അവിടെ കാണുവാൻ സാധിച്ചില്ല. സോ ഞാൻ ആക്ച്വലി ഞാനൊരു ജൂനിയർ സിസ്റ്റർ ആയതുകൊണ്ട് എൻ്റെ അധികാരികളോട് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. സോ ബട്ട് ഐ ഡോണ്ട് നോ, സംഹൗ ദ ഹോളി സ്പിരിറ്റ് ഗേവ് മീ ദാറ്റ് ബോൾഡ്നെസ്, അങ്ങനെ ചില കാര്യങ്ങൾ അവരോട് ചോദിക്കുവാൻ. അപ്പോൾ ആ ഒരു ചോദ്യം ഞാൻ അധികാരികളോട് ചോദിച്ചത് ഇറ്റ് ഡിസ്റ്റർബ്ഡ് ദം ഓൾസോ. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തത് കൊണ്ട്. പക്ഷേ എങ്കിൽ സത്യം അറിഞ്ഞതുകൊണ്ട് അതെന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ ചോദിക്കുവാൻ. ഇത് അധികാരികളുടെ ഇടയിലും ചില പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. അവർക്ക് ഭയമായത് എന്നാന്ന് വെച്ചാൽ ഇൻ കേസ് ഞാൻ മറ്റ് ജൂനിയർ സിസ്റ്റേഴ്സിനെയും ഞാൻ സ്പോയിൽ ചെയ്താലോ, അവരെ ഇങ്ങനെ ബോൾഡാക്കിയാലോ എന്നുള്ള ഒരു ഭയം മേ ബി ഐ ഡോണ്ട് വന്നായിരിക്കും അവരുടെ ഹൃദയങ്ങളിൽ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസും എൻ്റെ സഹോദരങ്ങളും എന്നെ അറിയാവുന്ന അനേകർ ഉപവസിച്ച് അവർ ആ 5 വർഷക്കാലം ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന അതേ സമയം വരെ അത്രയും വർഷം അവരെനിക്ക് വേണ്ടി ഉപവസിച്ചും കരഞ്ഞും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സോ അനേകം ദൈവത്തിൻ്റെ മക്കളുടെ ആ കരച്ചിലിന്റെ പ്രതിഫലം ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെൻ്റെ പേരൻസിനെ, എൻ്റെ അച്ചാച്ചനെയും എൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അവരും എന്നെ തിരിച്ചു വിടുവാനായിട്ട് തീരുമാനിച്ചു. 99% അവർ തന്നെ പറഞ്ഞു 99% ഐ ആം വെരി ഗുഡ്. ബിക്കോസ് ഞാൻ ലാംഗ്വേജ് പഠിക്കുന്നതിലായാലും ഇങ്ങനെ വില്ലേജുകളിൽ പോയി ഞാനൊരു സോഷ്യൽ വർക്ക് ഫീൽഡാണ് തിരഞ്ഞെടുത്തതും. എനിക്ക് കാരണം യേശു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതുപോലെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലീവ് ലൈക്ക് ദാറ്റ്. സോ ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ വർക്കറായി ജനങ്ങളുടെ ഇടയിൽ വില്ലേജുകളിൽ നമ്മൾ നടന്നു പോയും ജനങ്ങളുടെ ഇടയിൽ അവരുടെ കഷ്ടങ്ങൾ കേൾക്കുക, നമ്മളെ കൊണ്ടാവുന്നത് പോലെ അവർക്ക് വേണ്ടി ജീവിക്കുക, ഇങ്ങനെ കന്നുകാലികളെയൊക്കെ മേയ്ക്കുന്ന കുട്ടികളെ സെർച്ച് ചെയ്ത് അവരെ റിട്ടേൺ കൊണ്ടുവന്ന് സ്കൂളുകളിൽ നമ്മൾ ചേർത്ത് അവരെ പഠിപ്പിക്കുക, ട്യൂഷൻ കൊടുക്കുക, അങ്ങനെ ലേഡീസിനെ ഫോളോ അപ്പ് ചെയ്യുക. ഒത്തിരി ലേഡീസ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർ, ലെപ്രസി പേഷ്യൻസ് ആയിട്ടുള്ളവർ, ഇവരുടെയൊക്കെ ഇടയിൽ അവർക്ക് വേണ്ടി അങ്ങനെ ആത്മാർത്ഥമായി ജീവിച്ച് തീരുന്ന ഒരു സേവനത്തിലൊക്കെ ഐ വാസ് വെരി സ്മാർട്ട് ആൻഡ് വെരി ഫോർവേഡ് ഇൻ ദാറ്റ്. സോ അങ്ങനെയൊക്കെ എന്നെ ഒരിക്കലും തിരിച്ചു വിടുമെന്നോ അല്ലെങ്കിൽ വിടാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചെന്നാൽ ഇത് ദൈവത്താൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്നെണ്ണുവാൻ തമ്പുരാൻ ഇടയാക്കി. അത് അനേക ദൈവമക്കളുടെയും എൻ്റെ വീട്ടിലുള്ളവരുടെയും ഉപവാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ ഏകഫലം എന്നതുകൊണ്ട് മാത്രം അത് അവരുടെ ഉള്ളിൽ ദൈവം ക്രിയ ചെയ്യുവാനും എനിക്കും തിരിച്ചു പോരുവാൻ അങ്ങനെ അത് ഇടയാക്കി ദൈവം. അങ്ങനെ ഞാൻ എൻ്റെ 3 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവൻ തിരിച്ചു വരുന്ന സമയത്തും എൻ്റെ എല്ലാ നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ എല്ലാ അവിടുന്ന് കോൺവെന്റിൽ നിന്ന് എല്ലാ വസ്തുക്കളും റിട്ടേൺ ചെയ്തു. അപ്പോൾ അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ പോരുന്നത് കൊണ്ട് നമ്മൾക്ക് മറ്റ് ഡ്രസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ നമ്മൾക്ക് വേണ്ടി ചില ഡ്രസ്സുകൾ, ചുരിദാറുകളൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരും. ദേ ഓഫേർഡ് മീ ദാറ്റ്. ഞാൻ പറഞ്ഞു നോ, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് എനിത്തിങ്. കാരണം ഇഫ് ഐ ആം കമ്മിങ്, അവിടുന്ന് നമ്മൾ പുറത്ത് വരികയാണെങ്കിൽ എൻ്റെ സകല ബന്ധനങ്ങളെയും
എൻ്റെ യേശു എന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഇനിയും ആ ഒരു ബന്ധനം എന്നെ പിന്തുടരാൻ പാടില്ല. സോ ഐ സെഡ് ഐ ഡോണ്ട് നീഡ്. ഇഫ് ഗോഡ് ഹാസ് ബ്രോട്ട് മീ ഔട്ട്, ദൈവം എനിക്ക് വേണ്ടുന്നതെല്ലാം കരുതിക്കൊണ്ടാണ് ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരുന്നത്. സോ ആ ഒരു അന്ന് അത്രത്തോളം വിശ്വാസത്തോടെ പറയാൻ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഹോളി സ്പിരിറ്റ് മെയ്ഡ് മീ ലൈക്ക് ദാറ്റ്. ആ പ്രചോദനം തന്നു. സോ ഐ ഗേവ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ഐ കെയിം ബാക്ക് എൻ്റെ പേരൻസിൻ്റെ കൂടെ ഞാൻ തിരിച്ചു വന്നു. വന്നതിന് ശേഷമാണെങ്കിലും വീണ്ടും ഞാൻ എന്നെ തന്നെ അങ്ങനെ ഹംബിൾ ചെയ്യുവാനുള്ള ഒരു താഴ്മ എനിക്ക് ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ അഹങ്കാരം എന്നെ അങ്ങനെ തന്നെ കൊണ്ട് നടന്നു. അവർ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അപ്പോഴും മറു സൈഡിൽ എൻ്റെ അറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥിച്ചും അങ്ങനെ ഞാൻ കുറച്ച് മാസങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതിനുശേഷം ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം 21 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന, ഐ തിങ്ക് ഇന്ന് എറണാകുളം, ഞങ്ങൾ ആലപ്പുഴയിലാണല്ലോ, അപ്പോൾ എറണാകുളം സൈഡിലെങ്ങാണ്ട് ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ പോകാൻ റെഡി ആയപ്പോഴത്തേനും എന്നോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് പോകാമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് എന്നെ തന്നെ അങ്ങനെ ഹംബിൾ ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്ക് പോകണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരെന്നെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഓക്കെ പോയി. എന്നാന്ന് വെച്ചാൽ ജസ്റ്റ് കണ്ടിട്ട് വരാം. ബിക്കോസ് എനിക്കറിയില്ല പെന്റക്കോസ്റ്റ് എന്താണെന്നോ. ഉപവാസം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപവസിച്ചിട്ടില്ല. നമ്മൾ ഗുഡ് ഫ്രൈഡേക്ക് പോലും കഞ്ഞി കുടിച്ച് അങ്ങനെ. സോ വി നെവർ ഫാസ്റ്റ്. സോ അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. പോകുമ്പോൾ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ പ്രാർത്ഥന ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശുവേ, മീൻസ് ഇഫ് യു ആർ ദ ട്രൂത്ത്, ദൈവമാണ് ഈ സത്യമാർഗമെങ്കിൽ നമ്മൾ ബസ്സിന്റെ മുകളിൽ അയൺ ബാർ ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുമ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, നമ്മൾ ഒരിക്കലും വീഴാതിരിക്കാൻ വേണ്ടി നമ്മളുടെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് നമ്മൾ അതിൽ പിടിക്കുന്നത്. സോ ഇത് സത്യമാണ് എങ്കിൽ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം ആ അയൺബാർ ആയിരിക്കണം. ഒരിക്കൽ ഞാൻ ആ യേശു ആകുന്ന അയൺബാറിൽ ഞാൻ പിടിച്ചാൽ പിന്നെ എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ആ അയൺബാറിൽ നിന്ന് എൻ്റെ കൈ വിട്ടു പോകാൻ അനുവദിക്കരുത്. So like that I prayed in my mind and like that I went. ഞങ്ങൾ അവിടെ ചെന്നു 21 ഡേയ്സിന്റെ പ്രയറിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ 1 ദിവസം, ആദ്യത്തെ 2 ദിവസം അങ്ങനെ ഈ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ഐ നെവർ ഹേർഡ് ഇൻ മൈ ലൈഫ്. അങ്ങനത്തെ ഭാഷ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. സോ അഗൈൻ ഐ ടോൾഡ് ഗോഡ്, ഇത് സത്യമാണെങ്കിൽ God should give me that anointing, that language. So God is so faithful, നമ്മൾ എത്ര ദൈവത്തെ പരീക്ഷിച്ചെന്നാലും ദൈവം ഇത്ര ശാന്തമായ ദൈവം, ദയാനിധിയായ ദൈവം, വിശ്വസ്തനായ ദൈവം. ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. 3-ാം പക്കം എന്നെ ദൈവം അന്യഭാഷയോട് കൂടി അനോയിന്റിങ് ചെയ്തോടെ. എനിക്ക് ദൈവത്തിന്റെ വചനം എനിക്കറിയില്ല, എനിക്ക് സത്യം എന്താണെന്ന് അറിയില്ല, പെന്റക്കോസ്റ്റ് എന്താണെന്ന് അറിയില്ല. എൻ്റെ ഇന്നസെന്റ് മൈൻഡിൽ ഐ ജസ്റ്റ് ടോൾഡ് ഗോഡ്. ആ ദൈവം, വിശ്വസ്തനായ ദൈവം എന്നെ അവിടെ അനോയിന്റ് ചെയ്തു അന്യഭാഷയിൽ. ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ 21 ഡേയ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യവേ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞങ്ങൾ രാത്രിയിൽ ഞാനും എൻ്റെ മമ്മിയും കൂടി ഒന്നിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് മിഡിൽ നൈറ്റിൽ സഡൻലി എല്ലാ വിൻഡോസും ഇങ്ങനെ വന്ന് ബാങ് ചെയ്തിട്ട് എല്ലാ ചില്ലുകളും പൊട്ടിച്ചെതറുന്ന പോലത്തെ സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ചുറ്റും മുറിയുടെ ചുറ്റിലുമുള്ള വിൻഡോസ് എല്ലാം നോക്കിയപ്പോൾ ഓൾ ദ വിൻഡോസ് ആർ ക്ലോസ്ഡ്, സേഫ്, ഒന്നും പൊട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ മമ്മിയോടും പറഞ്ഞു. അന്നേരം മമ്മിയും പറഞ്ഞു, ദിസ് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കാര്യം. ദൈവം എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങളെ ദൈവം എന്നേക്കുമായി അത് ബ്രേക്ക് ചെയ്തതിന്റെ ഒരു സിമ്പലാണ് ആ കേട്ട ബ്രേക്കിംഗ്. സോ അഗെയിൻ അന്നും എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, എങ്കിലും ഐ സ്ലെപ്റ്റ് അഗെയിൻ. സോ അങ്ങനെ പോയി. അപ്പം അവിടുത്തെ ബാക്കി ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വീണ്ടും ഇടപെട്ടു. അവിടെ തന്നെ ആ ഫിലിപ്പോസിന്റെ അടുക്കൽ ഷണ്ടനോട് ഫിലിപ്പോസ് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ഷണ്ടൻ കൺവിൻസ് ആയിട്ട് പറഞ്ഞു, ഫിലിപ്പോസിനോട് പറഞ്ഞു, വെള്ളം കണ്ടപ്പോൾ എന്നെ ഇവിടെ തന്നെ സ്നാനം ചെയ്യൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ തന്നെ സ്നാനം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. സോ ആ 21 ദിവസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ ഞാൻ അവിടെ തന്നെ സ്നാനം ഏൽക്കുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. അത് കാരണം ഞാൻ മേ ബി ഐ തോട്ട് ഞങ്ങൾ തിരിച്ച് എൻ്റെ നാട് ആലപ്പുഴയിലായതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം സഭയിൽ വന്നിട്ട് അവിടെ സ്നാനപ്പെടാമെന്ന് തീരുമാനിച്ചുവെങ്കിലും അഗെയിൻ ഹോളി സ്പിരിറ്റ് ടോൾഡ് നോ,
തിരിച്ചു പോകുന്ന നേരത്ത് പിശാച് പിന്നെയും ആ വീണ വചനം പിശാച് എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്മാറി പോയാലോ. സോ ഗോഡ് ടോൾഡ് മീ ടു സബ്മിറ്റ് മൈസെൽഫ് ദെയർ ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ്സ് വൈ ഞാൻ അവിടെ തന്നെ സ്നാനം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നത്. സോ അങ്ങനെ 21 ഡേയ്സിന്റെ ഫാസ്റ്റ് പ്രയറിന് ശേഷം ദൈവത്തിന്റെ ഒരു വലിയ നിയോഗത്തോടെ അഭിഷേകത്തോടെ വീണ്ടും ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ നാട്ടിലെ സഭയിൽ ദൈവദാസനോട് ഒത്ത് ദൈവത്തിന്റെ വേലയിൽ അവിടെ കുറച്ച് നാളുകൾ സേവനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇതിനിടയിൽ ഞാൻ കോൺവെന്റിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത 2 ചേച്ചിമാരുടേതും എൻ്റെ നേരെയുള്ള 4ാമത്തെ സഹോദരിയുടെയും വിവാഹം കഴിഞ്ഞു. ഇനി ഏറ്റവും 5ാമത്തെ സഹോദരിയും ഞാനുമേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത സംഘർഷം ഞങ്ങളുടെ വിവാഹത്തോട് അനുബന്ധിച്ചായി. അപ്പം ഇനിയിപ്പോ ഞാൻ മൂത്ത ചേച്ചി നിൽക്കുക ചെയ്ത് അനിയത്തിയുടെ വിവാഹം എങ്ങനെ നടത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞു, നോ, വി ഷുഡ് ലിസൺ ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം അവളുടെ വിവാഹം ആദ്യം നടക്കണം എന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കണം. സോ ഐ ടോൾഡ് മൈ പേരൻസ്. അങ്ങനെ അനിയത്തിയുടെ വിവാഹം ആദ്യം നടന്നു. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ദൈവത്തിന്റെ ഒരു പ്ലാൻ പദ്ധതി എന്നായിരുന്നു വെച്ചാൽ എന്നെ കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവരുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാകുവാൻ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുവാൻ ദൈവം എന്നെ അവർക്ക് വേണ്ടിയിട്ട് ആ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന 6 വർഷത്തിന് ശേഷം ഇങ്ങനെ ഞാൻ അതിനിടയിൽ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും 2.5 വർഷക്കാലം, അതിനുശേഷം കർണാടകയിലും ഒരു 2 ദേവദാസന്മാർ നടത്തുന്ന ഓർഫനേജില് ദൈവവേലയോടുള്ള ബന്ധത്തിൽ അങ്ങനെ എന്നെ സമർപ്പിച്ച് അവരുടെ വാർഡനായിട്ടും അങ്ങനെ ഞാൻ ഈ വേല ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പം ഞാൻ കർണാടകയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത ചേച്ചിയും ചേട്ടനും അവർ ദൈവവേലയോടനുബന്ധിച്ച് കർണാടകയിൽ അവർ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അങ്ങനെ അവരോടുള്ള ബന്ധത്തിൽ, അവരുടെ സഭയോടുള്ള മെമ്പറോടുള്ള ബന്ധത്തിൽ എനിക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഈ പ്രപ്പോസൽ ഇങ്ങനെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. സോ ഐ നെവർ തോട്ട്, എൻ്റെ ഒരു ഒറ്റ ആഗ്രഹം ദൈവത്തിന് വേണ്ടി എസ്പെഷ്യലി ഈ നോർത്ത് സൈഡിൽ ദൈവത്തിന്റെ വേല ചെയ്ത് ജീവിക്കണമെന്ന ഒരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് വൈ ഐ നെവർ ലുക്ക്ഡ് ഞാൻ മലയാളിയെ വേണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ വേണമെന്നോ ഐ നെവർ ഹാഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഐ ഓൺലി വാണ്ട് ടു ലീവ് ഫോർ ഗോഡ് ആൻഡ് വർക്ക് ഫോർ ഗോഡ്സ് കിങ്ഡം. അങ്ങനെ ഈ വിവാഹം വന്നു, അതിന് യേസ് പറഞ്ഞു. സോ 2009 ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം അപ്പോൾ അച്ഛൻ ഇവിടെ ഇപ്പം ആ സമയത്ത് ഇപ്പം 30 വർഷത്തോളം ഇവിടെ ദൈവത്തിന്റെ വേലയിൽ താൻ ആയിരിക്കുന്നു. ഇപ്പം 16 വർഷക്കാലമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ദൈവത്തിന്റെ വേല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ദാനമായി ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനം ചെയ്തു, 2 പെൺകുട്ടികളും ഒരു മോനും. അങ്ങനെ ദൈവത്തിന്റെ വേലയെ ഞങ്ങൾ ഈ ദേശത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നുവരെയും ദൈവം ഞങ്ങളെ വിശ്വസ്തയോടെ ദൈവം നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വചനം, ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ്, ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, അതോടുകൂടി ഇതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം, അത് സാക്ഷാൽ ഇന്നുവരെയും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വറി ചെയ്യാറുണ്ട്. കാരണം എസ്പെഷ്യലി ഇപ്പം ഞങ്ങളെ നോക്കിയെന്നാൽ എൻ്റെ ഡാഡി മമ്മിക്ക് ബോയ്സ് ഇല്ല. അവരെ നോക്കണമെങ്കിൽ, അവരെ കെയർ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു സൺ ഇല്ല. അപ്പം പക്ഷെ ഞങ്ങൾ ആരെങ്കിലും ഒരു നല്ല ജോലി ചെയ്ത് അവരെ നോക്കാമായിരുന്നു. ബട്ട് ഞങ്ങൾക്കറിയാം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന്റെ വേലയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വേലയില്ല എന്ന ആ സത്യം ഗോഡ് മേഡ് us അണ്ടർസ്റ്റാൻഡ്. സോ ദൈവത്തിന് 1000 നന്ദി. ആ ദൈവത്തിന്റെ വേലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം നമ്മളെ വീണ്ടും അതിനു വേണ്ടി സമർപ്പിക്കുവാൻ കഴിഞ്ഞതും ദൈവം എത്ര നല്ലവൻ എന്ന് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ സാധിച്ചത് കൊണ്ടാണ് ആ ഒരു ഡെഡിക്കേഷനിലൂടെ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത്. സോ ഇന്ന് ഞങ്ങളുടെ 2 പേരുടെയും വിവാഹ സമയത്തും അച്ചായന്റെ ബാലൻസ് ബാങ്കിലും ഒരു ബാലൻസും ഉണ്ടായിരുന്നില്ല, എൻ്റെ ബാങ്കിൽ ഒരു ബാലൻസ് ഇല്ലാതിരിക്കെ ചെയ്തു.
ഏറ്റവും ശ്രേഷ്ഠവും മനോഹരമായ വിവാഹം ഞങ്ങളുടെ ഈ സാന്ത്വവാടിയിൽ നടക്കുവാൻ ദൈവം അനുവദിച്ചു. കാരണം ഇതുവരെയും അങ്ങനൊരു വിവാഹം ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല. അതേപോലെ ഗ്രാൻഡേഡ് വിവാഹം, 1000-ഓളം ആൾക്കാർ കൂടുന്ന വിവാഹം ദൈവം നടത്തി. കാരണം അച്ചായനും അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന, ഒരിക്കലും തനിക്ക് വേണ്ടി ശേഖരിക്കാതെ ഈ സൈഡിൽ നിന്ന് ദൈവം കൊടുക്കുന്നത് മറു സൈഡിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി. ദൈവം എല്ലാം സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ സംഭരിച്ച് താൻ വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം എല്ലാ കാര്യങ്ങളും, വീട്ടിലെ സാധനങ്ങൾ, ഒരു നമുക്ക് വേണ്ടുന്ന വസ്തുക്കളൊന്നും ഇല്ലായിരുന്നു. വിവാഹത്തിന്റെ 1 മാസം മുൻപേ വേണ്ടുന്ന വസ്തുക്കൾ, അത് ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ദൈവം കൂട്ടിച്ചേർത്ത് തരുന്നു. ഈ സൈഡിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ മറു സൈഡിലൂടെ ദൈവം നമ്മൾക്കത് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ സാക്ഷാൽ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണ് അത്. സോ ദൈവത്തിന് അതിന് 1000 നന്ദി പറയുകയാണ്. സിസ്റ്റർ, എങ്ങനെയാണ് അവിടുത്തെ വീണ്ടും പ്രവർത്തനങ്ങൾ? അവിടുത്തെ ഒരു മിനിറ്റ്, അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിങ്ങളുടെ സിസ്റ്റർ അല്ല കോൺവെന്റിലായിരുന്നപ്പോൾ സിസ്റ്റർ പ്രത്യേകമായ എന്തെങ്കിലും അവിടുത്തെ രീതികളെ കുറിച്ച്, പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. കോൺവെന്റിലായിരുന്നു, പല പല സ്ഥലങ്ങളിൽ പോയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെ ഒക്കെ എങ്ങനെയായിരുന്നു? അതിന്റെ മേഘാലയയിൽ ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ വില്ലേജുകളിൽ പോയി അനേകം മൈലുകൾ ഇങ്ങനെ നടന്ന് നമ്മൾ വില്ലേജുകളിൽ പോയി അവരുടെ കൂടെ ഒന്നിച്ച്, അപ്പോഴേക്കും അവിടുത്തെ രീതിയിലുള്ള പ്രാർത്ഥന ആണെങ്കിലും അതൊക്കെ ഒത്തിരിത്തോളം ജനങ്ങളെ നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് ജനങ്ങളെ എൻകറേജ് ചെയ്യുക. ആ ഒരു സോഷ്യൽ മൈൻഡിൽ നമ്മൾ അങ്ങനെയായിരുന്നു അന്നും പ്രാർത്ഥിക്കുക. ബീച്ചാപ്പൂരിലായിരുന്ന കാലത്തും നമുക്ക് അത്രത്തോളം പ്രാർത്ഥനയെ കുറിച്ച് അവരോട് പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ എങ്കിൽ എൻ്റെ ജീവിതം ജീവിച്ചങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നു. കാരണം ഫുൾ പലപ്പോഴും എൻ്റെ ഡെഡിക്കേഷൻ എന്നായിരുന്നു വെച്ചാൽ, ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾക്ക് അറിയില്ല, താഴോട്ട് നോക്കിയാൽ അറിയില്ല. സോ നോബഡി, സോ ഓൺലി ഗോഡ്. സോ എൻ്റെ ജീവിതം മുഴുവൻ ആ ദൈവത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്മൾ ഉച്ചയ്ക്ക് വെയിലത്തും ഒക്കെ അങ്ങനെ നടന്നും അങ്ങനെ ചെയ്തും ദൈവത്തിന്റെ വേല എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കണം. അന്ന് നമുക്ക് സത്യം അറിയില്ലായിരുന്നു, ആ ഒരു വ്യത്യാസം. പക്ഷെങ്കിൽ അന്ന് ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല. അത് നമ്മൾ എന്തൊക്കെ ചെയ്തുവോ അത് ഈ ഭൂമിയിൽ എത്രത്തോളം. പക്ഷെ ഇന്ന് ദൈവം ആ സത്യം അറിയാനിടയാക്കി. നമ്മളിവിടെ നമുക്ക് ഒന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നിത്യതയില് ദൈവം എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് നേടുവാൻ ദൈവം സഹായിച്ചു. ആ ഒരു വ്യത്യാസം. ഇന്ന് സത്യം അറിഞ്ഞു നിത്യത, ആ ഒരു നിത്യതയിൽ നമ്മൾക്ക് എത്തുമെന്നുള്ള ഒരു പ്രത്യാശ. അന്ന് ആ പ്രത്യാശയില്ലായിരുന്നു. പക്ഷെ ബാക്കി വേലകൾ നമ്മൾ ചെയ്യുമായിരുന്നു. ഈ ആടുകളെ മേയ്ക്കുന്ന കുട്ടികളെ സെർച്ച് ചെയ്ത് അവരുടെ പുറകെ പോകുകയും അവരെ സ്കൂളിൽ കൊണ്ടുവരുന്ന അങ്ങനൊക്കെ ഒത്തിരി ഗ്രേറ്റ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് വർക്ക് കൊണ്ട് പ്രവൃത്തിയിൽ മാത്രം ഇങ്ങനെ ചെയ്യുക, പക്ഷെ അവർക്ക് നിത്യജീവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരിതില്ല. നമുക്ക് ആക്ച്വലി ആ സത്യം അറിയില്ലായിരുന്നു. സത്യം നമ്മളെ സുന്ദരരാക്കിയില്ല അന്ന്. അതുകൊണ്ടാണ് നമ്മൾ എത്ര വേല ചെയ്തെങ്കിലും ഇന്ന് നമുക്കുള്ള ആ സത്യം, ഇന്ന് ഞാൻ മരിച്ചെന്നാൽ എനിക്ക് നിത്യതയുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്ന് ദൈവം തന്നു. ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ സാവന്തവാടിയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകമായി ദൈവകൃപയാൽ അനുഗ്രഹമായി പോകുന്നു. ഞങ്ങൾക്ക് ഏകദേശം 70ഓളം മെമ്പേഴ്സ് ഉണ്ട്. അത് കൊങ്കണി എന്ന് പറയുന്ന കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. കൊങ്കണി, മറാഠി ഉള്ളൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളത്. സോ അങ്ങനെ ദൈവകൃപയാൽ ഏകദേശം 21 വർഷക്കാലമായി അച്ഛൻ സ്വന്തമായിട്ട് ഈ സഭ നടത്തിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾ വളരെ കഷ്ടത്തിലൂടെ ആദ്യമൊക്കെ പോയി. ഞങ്ങൾക്കൊരു സ്ഥലമില്ലായിരുന്നു, ചർച്ചിലായിരുന്നു, ഒരു വീട്ടിലായിരുന്നു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങൾക്ക് ഒരു സ്ഥലം തന്നു, റോഡ് അരികിൽ തന്നെ. പിന്നെയും 15 വർഷക്കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മനോഹരമായ ഒരു ബിൽഡിംഗ് ദൈവം ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ ദൈവം തന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ. വീണ്ടും ഞങ്ങളുടെ അനദർ ഒരു ഡെഡിക്കേഷൻ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വീടില്ല. ഞങ്ങൾ ഇന്നും ഈ 30 വർഷക്കാലമായിട്ട് അച്ഛൻ ഒരു സ്ഥലത്ത് തന്നെ വാടക വീട്ടിൽ താമസിക്കും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ചർച്ചിലോ അല്ലെ എവിടെയെങ്കിലും. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ദൈവത്തിന്റെ, നമുക്ക് ഒന്നിച്ച് കടന്നു വരാൻ ദൈവത്തിന്റെ ഒരു മന്ദിരം വേണം.
നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇന്നുവരെ നമ്മളെ വിശ്വസ്തർ നടത്തിയ ദൈവം നമുക്ക് വീട് ആവശ്യമാണ് എങ്കിൽ ഗോഡ് വിൽ പ്രൊവൈഡ് ഇറ്റ്. അങ്ങനെ ഒരു ടെൻഷൻ, ഒരു വറി വി ഡോണ്ട് ഹാവ്. ആമേൻ. നമ്മൾ നമ്മൾ എത്ര വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കുന്നു അത്രയും നമ്മളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും കടക്കാരനല്ല. സോ ദാറ്റ് ഫെയ്ത്ത് വി ഹാവ് ഇൻ ദ ലോർഡ്. ആ വിശ്വാസം ഞങ്ങളെ ഇന്നുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തനങ്ങൾ അവിടെ എങ്ങനെ വിശ്വാസികൾ കടന്നു വന്നു, ദൈവം അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വ്യക്തികളിലുണ്ടായ ചേഞ്ചുകൾ, അത്ഭുതങ്ങള്. യെസ് സിസ്റ്റർ. ഇപ്പൊ ഞാൻ വരുന്നതിന് മുൻപാണെങ്കിലും അച്ചായൻ കൂടുതലും കാത്തലിക്സിന്റെ ഇടയിലാണ് ഡെഡിക്കേഷൻ അങ്ങനെ പ്രവർത്തിക്കുവാൻ. അപ്പം ഇവിടെയും നമ്മൾ കാത്തലിക്സ് എവിടെയായിരുന്നാലും ദ സ്പിരിറ്റ് ഈസ് ദ സെയിം സ്പിരിറ്റ്. അങ്ങനെ ആരും ആ സമുദായം വിട്ടുവരുവാൻ ആരും റെഡിയല്ല. ബട്ട് ഹി യൂസ് ടു ഗോ. അങ്ങനെ പ്രാർത്ഥിച്ച് പല പ്രാവശ്യം നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അപവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ ഫെയ്ത്ത് ഹി യൂസ് ടു ഗോ. ഒരു ദിവസം ഗോഡ് ഇവരെ സ്പർശിക്കും. സോ ലൈക്ക് ദാറ്റ് പോയി അങ്ങനെ നേടിയതാണ്, സ്വന്തമായിട്ട് നേടിയതാണ് ഉള്ള വിശ്വാസികളൊക്കെയും. ദൈവം അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ചെയ്തു. കാരണം അവർ അന്നായിരുന്ന അന്ധകാര ശക്തികൾ, ആ മൂർത്തിയുടെ ഇതിൽ നിന്നുമൊക്കെ ദൈവം അവരെയൊക്കെ സ്വതന്ത്രരാക്കി. ഇന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ആ ഒരു ഡെഡിക്കേഷൻ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. കാരണം നമ്മൾ ഗോവ ബോർഡർ ആയതുകൊണ്ട് ആ ഗോവൻ ഇൻഫ്ലുവൻസ് ഇതൊക്കെ ഉള്ളിടത്ത് ഗോഡ് ചേഞ്ച്ഡ് എ ലോട്ട് ഇൻ ദെയർ ലൈഫ്. ആ ദൈവം ആരാണെന്നും ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ വ്യത്യാസങ്ങളും ദൈവകൃപ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ. ഓക്കെ ദേവദാസി. കർത്താവ് ഇനിയും ദേവദാസിക്ക് ഇനിയും പറയാനുള്ളത് പറയാം, എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ. ഓക്കെ. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നു വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വിശ്വാസത്തിൽ എൻ്റെ ഡാഡിയും മമ്മിയും സഹോദരങ്ങളിലും അവർ വിശ്വാസത്തിൽ വരുന്നതിന് കാരണം ഞങ്ങൾ പെൺമക്കളായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഞങ്ങളുടെ ഡാഡിയുടെ വീട്ടിൽ നിന്നായാലും ഒക്കെ ഒത്തിരി നമ്മൾ നിന്ദകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഡാഡി മൂത്തതായിരുന്നു അച്ചാച്ചൻ്റെ വീട്ടിലെ. അപ്പം അവർ 9 സഹോദരങ്ങളാണ്. അപ്പം എൻ്റെ അച്ചാച്ചൻ അന്നത്തെ കാലത്ത് 8ാം ക്ലാസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാതെ അച്ചാച്ചൻ്റെ മീൻസ് മൈ ഗ്രാൻഡ് പാ അച്ചാച്ചനെ കൊണ്ട് പണിക്ക് പോയി. സോ ബാക്കിയുള്ളവരെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ. സോ അവരൊക്കെ ഒരു നിലയിലായി. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു പാവപ്പെട്ട കഷ്ടം അനുഭവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലൂടെ. അപ്പം ഞാൻ കോൺവെന്റിൽ പോയ സമയത്തും ഇനിയും എൻ്റെ ചേച്ചിമാരൊക്കെ വലുതായി, വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള പ്രയാസം. എൻ്റെ മമ്മിയുടെ ആ സമയത്ത് ഞങ്ങൾ ചെറുപ്പമായിരിക്കും തന്നെ മമ്മിയുടെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 2-3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. കിട്ടിയില്ല കണ്ണോ സൈറ്റ് ഷി ഡിഡ് നോട്ട് ഗെറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടൊക്കെ ഒത്തിരി തളർന്നു. ഇനിയും ജീവിതം അവസാനിപ്പിക്കാം, ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ തീരുമാനിച്ച് ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടുവാനും എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് വിവാഹത്തിന് മുമ്പേ അവർ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ ചേട്ടായി ഞങ്ങളുടെ വീട്ടിൽ വരുവാനും ദൈവത്തിൻ്റെ വചനം അറിയുവാനും ദൈവം ഞങ്ങളുടെ കുടുംബത്തെ ആ ഒരു വലിയ അനർത്ഥത്തിൽ നിന്നും ദൈവം വിടുവിച്ചു. അതുകൊണ്ട് ദൈവത്തിന് പറയും, ദൈവം നമ്മളെ ഇങ്ങോട്ട് വന്ന് തിരഞ്ഞെടുത്തു, നമ്മൾ അങ്ങോട്ട് പോയില്ല. പക്ഷേ ഗോഡ് ചോസ് us. സോ ദൈവത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം വിശ്വസ്തനായ ദൈവത്തിന്റെ ഇരമ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുന്നമേ ദൈവം നമ്മളെ കണ്ടിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ പദ്ധതികൾ നമ്മൾക്ക് വേണ്ടിയുള്ളത് അത് നമ്മുടെ തിന്മയ്ക്കല്ല, അത് നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതെന്ന് ആ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെയാണ് എൻ്റെ മൂത്ത സഹോദരിയും അച്ചാച്ചൻ കരിസ്മാറ്റിക്കിന്റെ ലീഡർ ആയിരുന്നു. അങ്ങനെ രഹസ്യത്തിൽ അച്ചാച്ചന് സത്യം അറിയായിരുന്നു, പറഞ്ഞില്ല. മൂത്ത ചേച്ചിയാണ് ആദ്യം അത് സത്യം പുള്ളിക്കാരത്തെ സ്നാനമേറ്റു അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും ഉള്ള അനിയത്തിയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചർച്ചിൽ നിന്ന് പറയുമായിരുന്നു, പള്ളിയിൽ നിന്നും
പാസ്റ്റേഴ്സ് ഇങ്ങനെ പെന്തക്കോസ്തരുടെ വീട്ടിൽ വന്ന് അവരെ സ്വീകരിക്കരുത്, ചൂലെടുത്ത് അടിച്ചോണ്ട് വന്നു. സോ മൈ യങ്ങർ സിസ്റ്റർ ഷി വാസ് സോ ഇന്നസെന്റ്. അവള് അങ്ങനെ പാസ്റ്റർമാർ വന്നപ്പോഴത്തേനും ചൂലെടുത്ത് അടിക്കാൻ വേണ്ടി അവള് പോയി. പക്ഷെങ്കിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി അനേക ദേവദാസന്മാർക്ക് വേണ്ടി ഡെയിലി കഞ്ഞി വെച്ചും അവരെ സേവിച്ചും ഇന്ന് അവള് ദൈവത്തിന്റെ വേലയിൽ മല്ലപ്പള്ളി ദേശത്ത് ആയിരിക്കുന്നു. സോ അങ്ങനെ ഓരോരോ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോയ ദൈവത്തിന്റെ വലിയ വിടുതലുകൾ. പിന്നെ എൻ്റെ പിള്ളേർ ആകുന്ന സമയങ്ങളിലായാലും എൻ്റെ മൂത്ത മോൾ 3 പിള്ളേരും അത് അവരും സാക്ഷ്യമുള്ള പിള്ളേരായിട്ടാണ് ദൈവം എനിക്ക് തന്നത്. കാരണം മൂത്ത മോള് 1 വയസ്സായതിനു ശേഷം ഞങ്ങൾ എൻ്റെ മൂത്ത ചേച്ചി കർണാടകയിലായിരിക്കുമ്പോൾ അവിടെ പോയി അവളെ എന്ത് കടിച്ചു എന്നറിയത്തില്ല. ഞങ്ങൾ അവിടുന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഷീ വാസ് ഫുള്ളി സ്വോളൻ. എന്നിട്ട് ഇങ്ങനെ മൊത്തം തൊലിയെല്ലാം പൊട്ടി പഴുത്ത് ഇങ്ങനെ ഒരു എന്ത് റിയാക്ഷൻ ഒന്നും അറിയില്ല. സോ വി തോട്ട് മേ ബി അവള് ഞങ്ങൾക്ക് ലോസ്റ്റ് ആകുമെന്നുള്ള ഒരു ഫിയർ ഉണ്ടായിരുന്നു. രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെന്റിന് ശേഷവും പ്രാർത്ഥനയിലും ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. സോ ലൈക്ക് ദാറ്റ് ഷീ ഈസ്. രണ്ടാമത്തെ മോൾ ഉണ്ടായ സമയത്തും 3 മാസം പ്രായമുള്ളപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഡയറിയ വന്നിട്ട് 7 ദിവസം കണ്ടിന്യൂ ഞങ്ങൾക്ക് ഒരു ഡ്രോപ്പ് വെള്ളം കൊടുക്കാൻ കഴിയുകയില്ല. കാരണം കൊടുക്കുമ്പോൾ അതനുസരിച്ച് മോഷൻ അങ്ങനെ പോയി. ഷി വാസ് അബൌട്ട് ടു ഡൈ. ഞങ്ങളുടെ ഹോപ്പ് എല്ലാം പോയി. ഞങ്ങൾ അത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിൽ മാത്രം സമർപ്പിച്ചു. ബട്ട് ഗോഡ് ഗേവ് ഹർ എഗെയിൻ അവർക്ക് കോൾഡും അങ്ങനെ ആയിട്ട് അത് സിവിയർ ആയിട്ട് അങ്ങനെ 3 പ്രാവശ്യം ഫ്രം ദ ഡെത്ത് ഗോഡ് ഗേവ് ഹർ ബാക്ക്. അങ്ങനെ 2 പെൺമക്കളെ ദൈവം അനുഗ്രഹിച്ചു. 3ാമത്തെ മോൻ ആയിരിക്കുമ്പോൾ എൻ്റെ വയറ്റിൽ 8ാം മാസം ജസ്റ്റ് ആയി. ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ബൈക്കിൽ ഇങ്ങനെ സൈഡിലിരിക്കെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിൽ നിൽക്കുമ്പോൾ വേറൊരു കാറുകാരൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വന്ന് ഞങ്ങളുടെ വണ്ടിയെല്ലാം ഇങ്ങനെ ഡാഷ് ചെയ്തു. ഞാൻ സൈഡിലിരുന്ന ഞാൻ നേരെ താഴെ റോഡിലോട്ട് അങ്ങ് മറിഞ്ഞു വീണു. എൻ്റെ തല പൊട്ടി 5 സ്റ്റിച്ച്. പക്ഷെങ്കിൽ ദൈവം അവിടെയും എൻ്റെ കുഞ്ഞിനും ഉദരത്തിൽ ഒരു അനർത്ഥവും വരുത്താതെ വണ്ണം ദൈവം കാത്തു പരിപാലിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് യിരെമ്യാ പ്രവചനം പറയുന്ന പോലെ ദൈവം ആരൊക്കെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ബട്ട് ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ അസ്. സോ ഐ താങ്ക് ദ ലോർഡ് ഫോർ ഇറ്റ്. അങ്ങനെ 3 കുഞ്ഞുങ്ങളും ദൈവത്താൽ സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അവർ ഇന്നായിരിക്കുന്നു. സെയിം അങ്ങനെ അങ്ങനെ ഞാൻ വീണു. 5 സ്റ്റിച്ച് എൻ്റെ തലയിൽ വന്നു. അതിനു മുൻപ് എൻ്റെ വിവാഹത്തിന് മുൻപും ഞാൻ കർണാടകത്തിൻ്റെ ദേശത്തായിരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരിയും ചേട്ടായും അവിടെ വേലയ്ക്ക് വന്നപ്പോൾ മൂത്ത ചേട്ടായിയായിട്ട് ഞങ്ങളിങ്ങനെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ തന്നെ സാക്ഷ്യം പറയുവാൻ പോയി. അവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ജസ്റ്റ് അനദർ വീട്ടിലോട്ട് ഇങ്ങനെ പോകാൻ റോഡ് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും വേറെ ഒന്നും പറ്റിയില്ല. ബട്ട് ഐ ഫെൽ അഗെയിൻ. ആരോ എന്നെ തള്ളിയിട്ടോ എന്തോ അറിയില്ല ഇതായിട്ട്. കാരണം ഞാൻ അന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ ദൈവം എന്നെ വിടുവിച്ച ദൈവത്തിന് വേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാലും ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ വചനമൊക്കെ ഞാൻ ശക്തമായി പറഞ്ഞ് നമ്മൾ പുറത്തു വന്നു. ബട്ട് അവിടെയും സൈതാൻ എന്നെ തള്ളി തകർക്കാൻ വെച്ച് എനിക്ക് തല പൊട്ടി 4 സ്റ്റിച്ച് വന്നു അവിടെയും. ബട്ട് God protected me there. God kept me safe and sound. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കേണ്ടതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ അനേക സാക്ഷ്യങ്ങൾ അങ്ങനെ ദൈവം ചെയ്തതുണ്ട്. എൻ്റെ വിവാഹത്തിന്റെ ഈ പ്രപ്പോസൽ വരുന്ന സമയത്ത് ഞാൻ കേരളത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കർണാടകയ്ക്ക് എനിക്ക് തിരിച്ചു വരണമായിരുന്നു. സോ അന്ന് വൈകിട്ട് 8:20 ട്രെയിനിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് സിസ്റ്ററിന്റെ വീട്ടിൽ ആലുവയിൽ നിന്നും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഏകദേശം എത്താറായി. അപ്പോൾ ഒരു ചെറിയ മഴയുണ്ട്, ഇരുട്ടുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് ഇതേപോലെ വേറൊരു സ്കൂട്ടർ വന്നിട്ട് ഞങ്ങളെ ഹിറ്റ് ചെയ്തിട്ട് ഐ ഫെൽ അഗെയിൻ. ഞാൻ നേരെ തന്നെ താഴെ വീണു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ തലയുടെ ഇവിടം വരെ ഐ വാസ് അണ്ടർ ദ ബസ്സിന്റെ വീലിന്റെ അടിയിൽ. ഒരു 2 ഇച്ചിരിയും കൂടി ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് ഡൈഡ് ദേർ. അങ്ങനെ പക്ഷെ അവിടെയും ദൈവം എന്നെ സംരക്ഷിച്ചു. എൻ്റെ ചേട്ടായും വീണ് അങ്ങനെ മറിഞ്ഞു പോകേണ്ടതായിരുന്നു. ബട്ട് ഗോഡ് കെപ്റ്റ് us safe. ഐ താങ്ക് ദ ലോർഡ്. ദൈവത്തിന്റെ ആ വലിയ കരുതൽ, ആ പ്രൊട്ടക്ഷൻ ഓൾവേസ് വി ഹാവ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന അവന്റെ ദൈവം പറയുകയും ചെയ്യുന്നവൻ പറയുന്നത് ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ ആശ്രയം എന്ന് പറയുന്ന ആ ദൈവം അന്ന് സത്യം അത്രത്തോളം അറിയില്ല എങ്കിലും ആ സങ്കേതമായി, ഞങ്ങളുടെ കോട്ടയായി, എൻ്റെ പാറയായി എൻ്റെ ദൈവം ഞങ്ങളെ താങ്ങി നടത്തി.
ദൈവത്തിന് ആയിരം നന്ദി. അങ്ങനെ പല രോഗങ്ങൾ ജീവിതത്തിൽ വന്നു. അവിടെയൊക്കെയും ദൈവം ഓരോ സ്ഥലങ്ങളിലും ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ ദൈവത്തിന്റെ ഹീലിംഗ് അയച്ചും ദൈവത്തിന്റെ കരുതലിൽ കർത്താവ് സൗഖ്യമാക്കിയും ഇന്ന് വരെയും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളായിരിക്കുമ്പോഴും ഞങ്ങൾ വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതമാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടാണെങ്കിലും വി ആർ ഡൗൺ, ഒത്തിരി നമ്മൾക്കില്ല. ബട്ട് ഞങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് പറയുന്നൊരു സാക്ഷ്യമാണ്, ഒരിക്കലും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഞങ്ങൾക്കുള്ളത് ചെറിയൊരു തുച്ഛമായ വരുമാനമാണ് എങ്കിൽ ഞങ്ങൾ 6 പേര് വീട്ടിൽ ജീവിക്കുന്നു, എൻ്റെ മദറിലോ ഉൾപ്പെടെ അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ ഞങ്ങളെ കാണുന്നവരുണ്ടല്ലോ, ഞങ്ങൾക്ക് 50,000-ന് മേലെ വരുമാനമുണ്ടെന്നുള്ള ആ ഒരു പ്രൗഢിയിലാണ് ദൈവം ഞങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത്. സോ ഗോഡ് ഈസ് സോ ഗുഡ്, ഗോഡ് ഈസ് സോ ഗ്രേറ്റ്. ദൈവത്തിന്റെ ആ മഹത്വത്തെ ഒരിക്കലും വി കനോട്ട് സ്റ്റോപ്പ് ദൈവത്തിന്റെ നന്മകളെ വർണ്ണിക്കാൻ ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ ലൈക്ക് ദാറ്റ്. സോ അത്ര വലിയവനായ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും തീരാത്തതാണ് ദൈവത്തിന്റെ കരുതലും സ്നേഹവും. ദൈവത്തിന്റെ സ്നേഹം അവർണ്ണനീയമാണ്, നമുക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല. ഓക്കെ. ദൈവം ഓരോ വ്യക്തികളെയും ദൈവം ഓരോ രീതിയിലാണ് നടത്തുന്നത്. ആമേൻ, സ്തോത്രം. ഓക്കെ. ഒരു കന്യാസ്ത്രീയായി കടന്നുപോയി നിത്യരക്ഷയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ പ്രിയ കർത്താവിൻ്റെ ദാസി അങ്ങനെ പാവങ്ങളുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ചു നടന്നു. പക്ഷേ ഒരു എറ്റേണിറ്റി എന്താണെന്ന് അന്നത്തെ ശുശ്രൂഷയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇല്ലയോ? ഇല്ല. ഓക്കെ. അപ്പൊ അവിടെ ഈ സ്വർഗരാജ്യത്തെ കുറിച്ചൊന്നും സംസാരിക്കാറില്ലയോ? നമ്മളെങ്ങനെ അതിനെ കുറിച്ചൊന്നും റിയൽ ആയിട്ടൊന്നും അവിടെ ഇല്ല. നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയുമെങ്കിലും സ്വർഗത്തിൽ നമ്മളുടെ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മൾ അറിയുന്ന ആ അവസ്ഥയിൽ രക്ഷിക്കപ്പെടാത്ത ഒരുവനും സ്വർഗത്തിൽ പോവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ അന്ന് നമ്മൾക്ക് അവിടെ ഒരിക്കലും രക്ഷ എന്താണെന്നുള്ളത് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ആ സത്യം ഒരിക്കലും നമ്മൾക്ക് അറിയുകയില്ല, നമ്മളെ പഠിച്ചിട്ടുമില്ല, നമ്മൾ പഠിപ്പിക്കാറുമില്ല. നന്മ ചെയ്യുക എങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുക. ഒബീഡിയൻസ് ആയി നന്മകളെ ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് മദർ തെരേസ, ഷീ ഡിഡ് എ ഗ്രേറ്റ് തിങ്, വണ്ടർഫുൾ തിങ്സ് ഷീ ഡിഡ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ വ്യക്തി ഷുവർലി ഷീ വിൽ ഗോ ടു ഹെവൻ. അതാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ആ നിത്യരക്ഷ എന്താണെന്നോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ, ആ ഒരു സത്യം. അതെ. നമ്മൾ പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിലെത്തുക, ആ ഒരു രീതിയാണ്. പുണ്യപ്രവൃത്തികളെ ചെയ്യുക, അതിലൂടെ നമുക്ക് മോശം പ്രാപിക്കാം. ഓക്കെ. പക്ഷെ ഒരു പുണ്യപ്രവൃത്തിയും നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ എല്ലാ പ്രവൃത്തികളും കറ വരണ്ട തുണി പോലെയാണ്. മനുഷ്യന്റെ സകല നീതി പ്രവൃത്തികളും കറ വരണ്ട തുണി പോലെ. നമുക്കൊരിക്കലും മനുഷ്യൻ പ്രവൃത്തി മൂലം സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസം മൂലം. വിശ്വാസം ഇല്ലാതെ പ്രവൃത്തി ചെയ്ത് സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ് കാത്തലിക്സിന്റെ ആ ഒരു വിശ്വാസം. അതെ, വാസ്തവമായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണത്തെക്കുറിച്ചും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരിയും കൂടെ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നി അവിടെ, ഇല്ലേ? അതെ. ഇന്ന് അച്ഛന്മാർക്കായാലും സിസ്റ്റേഴ്സിനായാലും കുറെയൊക്കെ സത്യങ്ങൾ അറിയാം. അവരൊക്കെ വചനം ഇന്ന് അതുപോലെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ആ ഒരു ബന്ധനം എന്ന് പറയുന്നത് ആ മാതാവിനോടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നും അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ വന്ന് അവരെ അതിൽ മാത്രം ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രോബ്ലമാണ്. അതർവൈസ് ഇന്നിപ്പോ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം ഈ വചനം സത്യമാണെന്നും യേശുവാണ് ഏകമാർഗം എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ ഇവിടെയുള്ള കാത്തലിക്സിനൊക്കെ എല്ലാവർക്കും അങ്ങനെ അറിയാം. കാരണം ഈ സൗന്ദര്യയിൽ വചനം ഇപ്പൊ നമ്മളെ ഒരിക്കലും ഇതല്ല. പക്ഷെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഹി ഗോസ് ഷെയിംലെസ്ലി, ഹി ഗോസ് ടു എവ്രി വൺ, ഹി ഷെയർസ് ദ ഗോസ്പൽ എവ്രി ഡേ, ഹി ഷെയർസ് ടു എവ്രിബഡി. സോ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അറിയില്ല എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. അതുപോലെ ഹി ഷെയർസ് ദ ഗോസ്പൽ ടു എവരിബഡി ലൈക്ക് ദാറ്റ്. എങ്കിൽ അവരുടെ ആ ഒരു ബോണ്ടേജ് എന്ന് പറയുന്നത് ആ ഒരു ഐഡൽ വർഷിപ്പ്, ആ ഒരു സ്ട്രോങ് ഹോൾഡ്. സോ അത് അവരെ വിട്ടുവരുവാൻ അനുവദിക്കുന്നില്ല സമുദായത്തിൽ.
ഓക്കെ. യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. യെസ് യെസ് യെസ്. യേശു ക്രിസ്തു ആകുന്ന വഴിയെ കൊണ്ടല്ലാതെ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്നവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതും ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ കഴുകൽ പ്രാപിച്ച് ഒരു നിത്യത അവകാശമാക്കുക എന്നുള്ളത് വാസ്തവമായി റിയലായിട്ട് കാത്തലിക്സ് അന്നത്തെ കാലങ്ങളിലൊന്നും പഠിപ്പിച്ചിരുന്നില്ല. ഇല്ല. എന്നിട്ട് പ്രവർത്തി ചെയ്ത് നല്ലത് ചെയ്ത് സ്വർഗരാജ്യത്തിലെത്തുക എന്നുള്ള ആ ഒരു കർമ്മപ്രവൃത്തിയിലൂടെ സ്വർഗരാജ്യം നേടുക, അതാണ് അവരെന്നെന്തോ ചെയ്തത്, പഠിപ്പിച്ചതായാലും. ഓക്കെ. കർത്താവിൻ്റെ ദാസിക്ക് അതിൽ നിന്നൊക്കെ വെളിയിൽ വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വലിയൊരു കൃപ ചെയ്തല്ലോ. ആക്ച്വലി ടോട്ടൽ എത്ര വർഷം അവിടെ കന്യാസ്ത്രീയായിട്ടിരുന്നു? പഠനമെല്ലാം ടോട്ടൽ 10 years. 10 year കന്യാസ്ത്രീയായിട്ട് അവിടെ ഇരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിനും മനുഷ്യരുടെയും മധ്യ ഏക മധ്യസ്ഥൻ അത് യേശു ക്രിസ്തു ഒരുവൻ മാത്രം, മറ്റു ഒരു പുണ്യവാളന്മാരോ അല്ല. നോബഡി ഈസ് എ ഇന്റർസീഡർ. യേശു ഒറ്റ മാത്രം ഏക മധ്യസ്ഥൻ. സോ അത് ഈ സത്യങ്ങൾ നമ്മൾ ഇന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു മാക്സിമം നമ്മളെ കൊണ്ടാവുന്നത് പോലെ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് നടുന്നവനും നട്ടവനും നനയ്ക്കുന്നവനും ഏവനും അല്ല, മറ്റ് വളർത്തുമാറാക്കുന്ന ദൈവം. സോ അവർ ഡ്യൂട്ടി ഈസ് സോ ദ സീഡ്. ദൈവത്തിന്റെ വചനം വിതയ്ക്കുക. നമ്മൾ പറയാനുള്ളത് നമ്മൾ ലജ്ജ കൂടാതെ ദൈവത്തിന്റെ വചനം പറയുക. ഗോഡ് വിൽ ഡു ഹിസ് വർക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തിരിക്കും. ബട്ട് അവർ ഡ്യൂട്ടി വി ഷുഡ് സേ. ലജ്ജ കൂടാതെ ദൈവത്തിന്റെ വചനം ഏത് സമയത്തും നമ്മൾ വിളിച്ചു പറയുക. സോ ഗോഡ് ഈസ് ഡൂയിങ് ദാറ്റ് ഗ്രേറ്റ് വർക്ക്. അങ്ങനെ സാവന്തിരാവാടിയുടെ പ്രദേശത്ത് അങ്ങനെ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഉപയോഗിക്കട്ടെ. എന്തെങ്കിലും ദേവദാസിക്ക് ഇനിയും പറയാനുണ്ടോ? കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും എന്നീ ഓർ എന്തെങ്കിലും? മേ ബി എത്രത്തോളം മേ ബി വൺസ് അഗൈൻ എനിക്ക് എല്ലാവരോടും ഇപ്പോൾ കേൾക്കുന്നവരോടായാലും വാട്ട് ഐ വാണ്ട് ടു സേ ഇസ് നമ്മളുടെ മരണശേഷവും ഒരു ജഡ്ജ്മെന്റ് വി ഹാവ്. നമുക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ ന്യായവിധിയിൽ നമ്മളുടെ കൂടെ നിൽക്കുവാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ നിന്നുകൊണ്ട് ആ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ ന്യായത്തിന് നമ്മൾ ഉത്തരം കൊടുക്കണം. സോ ഇന്ന് നമ്മൾക്ക് മറ്റുള്ളവരെ സമുദായത്തെ നമ്മൾ പേടിച്ച് അവരെന്നാ പറയും ഇവരെന്നാ പറയും നമ്മൾ അങ്ങനെ പേടിച്ച് നമ്മൾ ഇന്ന് നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സത്യവചനം നമ്മൾ ഇന്ന് സ്വീകരിച്ചില്ല എങ്കിൽ ദാറ്റ് വിൽ ബി അതൊരു വലിയ നഷ്ടമായിരിക്കും. ഇന്ന് ദൈവം നമ്മൾക്ക് തരുന്ന ആ സമയം നമ്മൾ നെക്സ്റ്റ് മിനിറ്റിൽ നമ്മൾ ജീവനോട് ഉണ്ടായിരിക്കുമോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതം. സോ നമ്മൾ എപ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവം അത്രയും സ്നേഹമുള്ളവനും കരുതുന്നവനും വത്സലമുള്ള ദൈവം നമ്മളെ അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ക്ഷമയോടുകൂടി പിന്നെയും പിന്നെയും ദൈവത്തിന്റെ വചനം നമ്മളെ കേൾപ്പിക്കുവാൻ ദൈവം നമ്മളെ ഓരോ മുഖാന്തരങ്ങളെ ഒരുക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ നിങ്ങൾ ശ്രവിക്കുന്നുവോ ദൈവത്തിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഒരു വ്യക്തികളും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാൻ വരികയില്ല. അന്ന് നമ്മൾ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തോട് നമ്മൾ ചെയ്തതിനെ കുറിച്ചുള്ള കണക്ക് ബോധിപ്പിക്കണം. സോ ഇന്ന് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവൻ ദൈവത്തിന്റെ വചനത്തിന്റെ കീഴ്പ്പെട്ട് ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് അനുസരിച്ച് ജീവിക്കുക. പിന്നെ നമ്മൾ വിളിച്ച ദൈവം നമ്മൾ ഒരിക്കലും കൈവിടുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉള്ള ദൈവം. സോ നമ്മളുടെ സഹോദരങ്ങളോ പേരൻസോ നമ്മുടെ കൂട്ടുകാരോ ഒക്കെ നമ്മുടെ യാത്രയിൽ പക്ഷേങ്കിൽ നമ്മളെ വിളിച്ച ദൈവം ഹി വിൽ നെവർ ലീവ് us, ഹി വിൽ നെവർ അബാൻഡൻ us. നമ്മളുടെ ലോകത്തിന് അവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം. നമ്മളെ വിളിച്ച ദൈവം നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എന്താകും, എങ്ങനെ ജീവിക്കും, ദൈവത്തിനറിയാം. നമ്മളെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ആ ദൈവത്തിനറിയാം നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ വി ഓൺലി നീഡ് ടു കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്.
ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടുക, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക, നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ആ ബസ്സിലെ ആ അയൺ ബാർ നമ്മളുടെ ജീവിതത്തിലെ അവസാനം വരെ നമ്മുടെ ക്രിസ്തു നമ്മളുടെ അയൺ ബാർ ആയിരിക്കുക. ഒരു പക്ഷേങ്കിൽ ബസ്സിൽ സ്ട്രോങ് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ ആ അയൺ ബാറിൽ നിന്ന് നമ്മൾ ഒരു പക്ഷേങ്കിൽ വീണു പോവാം. പക്ഷെങ്കിൽ നമ്മുടെ ക്രിസ്തു ആവുന്ന ആ അയൺ ബാർ നമ്മളെ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ കൈവിട്ടെന്നാലും ക്രിസ്തു ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. സോ ആ ഒരു ഫെയ്ത്തോടു കൂടി മുന്നോട്ട് പോകുക. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടി ജീവനെ സമർപ്പിക്കുക. നല്ലവനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ ദേവദാസി, ഇത്രത്തോളം സംസാരിക്കാൻ മലയാളത്തിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പോലും കർത്താവിൻ്റെ ദാസിക്ക് മലയാളം അത്ര ഫ്ലുവൻസി ഇല്ലാത്തത് കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ദൈവമക്കൾ ഹല്ലേലൂയ ക്ഷമയോടും സഹിഷ്ണുതയോടും ഒക്കെ കേൾക്കുമെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ ഹല്ലേലൂയ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു ദിവസം നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോകാൻ ഒരു മനുഷ്യനും കഴിയാവുന്നതല്ല. ഹല്ലേലൂയ പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങളിലും കെട്ടുപാടുകളിലും ഒക്കെ കിടക്കുന്ന ഓരോ വ്യക്തികളും ഹല്ലേലൂയ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണത്. ഹല്ലേലൂയ വിശുദ്ധ ബൈബിള് പറയുന്നത് പോലെ ഹല്ലേലൂയ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു യാഗമായി തീർന്നു. ആ രക്തത്തിലൂടെ മാത്രമേ ഒരു വിടുതൽ പാപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു തന്നെ വഴിയാണ് സത്യമാണെന്ന് പറഞ്ഞ ആ വഴിയിലൂടെ യാത്ര ചെയ്തു നല്ലൊരു നിത്യത നമുക്ക് പ്രാപിപ്പാം. അതിനായി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി അനേകരെ അങ്ങനെ കർത്താവിന് വേണ്ടി കുടുംബമായി നേടേണ്ടതിന് കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ ലോർഡ് ജീസസ്. ഓക്കേ, നെക്സ്റ്റ് ഇംഗ്ലീഷ് പ്രാർത്ഥിച്ചോ. ഓക്കേ. Thank you, Lord Jesus. Hallelujah, Lord Jesus. Hallelujah, Lord. I exalt your glorious name this evening, Lord Jesus. Hallelujah, Lord Jesus. Hallelujah. Hallelujah. അവിടുത്തെ തരുന്ന സന്നിധിയിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒന്നിച്ച് കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ കർത്താവിന്റെ തിരുനാമത്തെ ഹല്ലേലൂയ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞാനോ കുറയണം, എൻ്റെ ക്രിസ്തുവോ ഉയരണം. യെസ് ലോർഡ് ജീസസ്, ഓൾവേസ് ലോർഡ് ജീസസ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഓൾവേസ് ഞങ്ങൾ കുറഞ്ഞവരായി ഞങ്ങളുടെ ക്രിസ്തു ഓൾവേസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നവനായി ഹല്ലേലൂയ തീരുവാൻ തക്കോണം കർത്താവേ സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം അതിനായി സഹായിക്കുമാറാകണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ദൈവമേ സ്തോത്രം ഈ ലോകത്തിന്റെ ബന്ധനങ്ങളിൽ കുടുങ്ങി പോകുന്നവരായിരിക്കുമ്പോൾ ദൈവമേ അങ്ങ് വന്നത് ശത്രുവിന്റെ സകല ഹല്ലേലൂയ പ്രവർത്തികളെയും അഴിപ്പാൻ വന്ന ദൈവം കർത്താവേ. ഹല്ലേലൂയ ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവമേ അവര് ശത്രുവിന്റെ പ്രവർത്തികളിൽ അവർ ബന്ധനപ്പെട്ടിരിക്കുന്നുവോ കർത്താവേ, അവരുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എൻ്റെ ദൈവം അവരെയൊക്കെ വിടുവിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കുവാൻ കടന്നു വന്ന ദൈവം ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. ഞങ്ങൾ ഒരു കാലത്ത് ഹല്ലേലൂയ നഷ്ടപ്പെട്ട ഹല്ലേലൂയ ആടുകളായിരുന്നു. ഈശോപ്പത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു നാഥാ സ്തോത്രം. അതേ സ്നേഹം ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നിച്ച് ആത്മാവിൽ കർത്താവേ. ഞങ്ങളെ പോലെ മറ്റനേകർ ഹല്ലേലൂയ നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ചുറ്റുപാടുകളിലായിരിക്കുമ്പോൾ ഈശോപ്പച്ച അവിടുത്തെ തിരുവചനം കേട്ട് ഹല്ലേലൂയ അവരൊക്കെയും ദൈവമേ സ്തോത്രം അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം എൻ്റെ ഈശോപ്പച്ച അവരെയൊക്കെ സ്പർശിക്കുമാറാകണമേ. അപ്പച്ച സ്തോത്രം. ഞങ്ങൾ പറഞ്ഞതുപോലെ അവിടുത്തെ വചനം ഹല്ലേലൂയ അത് ജീവനുള്ള വചനം ഹല്ലേലൂയ സ്തോത്രം. അത് ഇരുവായ്ത്തലയുള്ള വായലിനേക്കാൾ മൂർച്ചയേറിയത് ഈശോപ്പച്ച ഹല്ലേലൂയ. ദൈവം അവരെയൊക്കെ സ്പർശിക്കണമേ. അവിടുത്തെ വചനം ജീവനായി അവരുടെയൊക്കെ ജീവിതത്തിൽ പരിണമിക്കുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തിൽ ഞങ്ങൾ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ പലതരമായ ശോധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും കർത്താവ് അവിടെയൊന്നും ഞങ്ങൾ തളർന്നു പോകുന്നവരായി തീരാതെ പൗലോസ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ച ഈ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടി
പൂർത്തിയാക്കിയെന്ന് പറയുവാൻ തക്കോണം കർത്താവെ നിന്റെ മക്കളെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അങ്ങുന്നു ഈ ദിവസങ്ങളിൽ അതിനായി ഞങ്ങളെ ശക്തീകരിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ്ചാസ്തോത്രം. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്ത് തീർക്കുവാൻ വിശ്വസ്ത ദാസി എന്ന് ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഹല്ലേലൂയ വിളിക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ദിവസങ്ങളിൽ ചെയ്തു തീർക്കുവാനുള്ള കൃപ കർത്താവെ അഭിഷേകം നിന്റെ മക്കളുടെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും എന്റെ ദൈവം ഒന്ന് ചൊരിയുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ മധ്യസ്ഥ വഹിക്കുവാൻ ക്രിസ്തുവാകുന്ന ഒരൊറ്റ ഭാര കർത്താവെ ക്രിസ്തുവാകുന്ന പാറമേൽ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ കർത്താവെ പണിതുയർത്തുവാനുള്ള ഹല്ലേലൂയ കൃപ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം ഓരോരുത്തരുടെ മേലും ദൈവം ഒന്ന് പകരമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ്ചാസ്തുതിക്കുന്നു. ഹല്ലേലൂയ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ നാഥാ സ്തോത്രം. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ നാഥാ സ്തോത്രം. ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ഈവൻ ഹല്ലേലൂയ ആന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിനെ ദൈവമേ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. പ്രിയ ദാസിനെ ദൈവമേ പിന്നെയും ദൈവം അഭിഷേകത്തോടെ ദൈവം നിർത്തണമേ. അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവേ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കണ ഒരു വലിയ മുതൽക്കൂട്ടാക്കി എന്റെ ദൈവമേ ദൈവദാസിനെ അല്ലെങ്കിൽ കുടുംബമായി ദൈവം ഒന്ന് ശക്തിയോടെ വരും ദിവസങ്ങൾ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തില് പ്രിയ ഹല്ലേലൂയ ദാസിയെ കുടുംബത്തെ അവരുടെ വേലയെ മിനിസ്ട്രിയെ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നാമം സകലത്തിലും മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഉള്ള സമയങ്ങളിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹത്തോടെ ദൈവനാമത്തിന് വേണ്ടി ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സകലമായ മഹത്വം പിതാവിന് അർപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ 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 ആമേൻ. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.